ഇതിപ്പോൾ ഒരു കട്ടൻ ചായയാണ്. അതിൽ കുറച്ച് മറ്റേ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഇതൊരു കട്ടൻ ചായയാണ്. ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ഉത്സാഹം, നല്ല ഗുണമുള്ളത് കിട്ടും. ഇതാണ് പൂവ്. ഒരു 5 പൂവാണ് അത്. ശംഖുപുഷ്പം നല്ലതാണ്. ബ്ലാക്ക് ടീ ഉണ്ടാക്കാം, ബ്ലാക്ക് ചായ ഉണ്ടാക്കാം. അങ്ങനെ നല്ലൊരു ഇതാണ്. നല്ല ഗുണമുള്ള ഔഷധമാണ്. എല്ലാവരും ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് വേണമെങ്കിൽ മൊബൈൽ നമ്പർ അയച്ചിട്ടുണ്ട്. അതിക്ക് ഇട്ടാൽ മതി മൊബൈൽ നമ്പർ. ഇതിപ്പോൾ വെള്ളമാണ്. ഇത് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമാണ്. ഈ വെള്ളം ഞാൻ ചായക്ക് ഒഴിക്കാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ കട്ടൻ ചായക്ക് ഒഴിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ നിറം മാറിയുണ്ടാവും. പല സൈസ് ഇതുണ്ടാക്കാം നമുക്ക്. കട്ടൻ ചായ തിളപ്പിച്ച് 5 പൂവ് വീതം ഇട്ട് ചായയിലിടാം. തിളപ്പിച്ച് ആ വെള്ളം കുടിക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാ പോലെ ചായ വയ്ക്കാം. നല്ല ഗുണമുള്ള ഔഷധമാണ് ശംഖുപുഷ്പം. ഇപ്പോൾ കട്ടൻ ചായയിൽ ഒഴിച്ചു. ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ വിത്ത്. പലതരം വെള്ളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടോ? ഇത് നീല കളറ് മാറി ഇപ്പോൾ വേറെ കളറായി. ഇത് കട്ടൻ ചായയിൽ ഒഴിച്ചതാ. ഉണ്ടോ? നീല കളറ് പോയി. പല സൈസ് കളറ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ നീല വെള്ളത്തിൽ ഒരു ചെറിയ നാരങ്ങ ഒഴിച്ച് ഉണ്ടാക്കാം. ആ ഒഴിച്ച് ഉണ്ടാകുമ്പോൾ അത് കളറ് മാറും. പല സൈസ് നമുക്ക് ബ്ലാക്ക് ടീ ഉണ്ടാക്കാം, ബ്ലാക്ക് കളർ ഉണ്ടാക്കാം. പല സൈസ്. ഒരു ചെറിയ നാരങ്ങ ഉണ്ടായാൽ മതി. നല്ലൊരു ഔഷധമാണ്. ഇതാണ് ഇപ്പോൾ അത് കട്ടൻ ചായക്ക് മറ്റേ നീല വെള്ളത്തേക്ക് കട്ടൻ ചായ ഒഴിച്ചാൽ കളർ മാറി. ഇതാണ് പലതരം കളറ് നമുക്ക് ഉണ്ടാക്കാം. വേണ്ടൊരു വാങ്ങിക്കുക. എൻ്റെ പേര് സുരേന്ദ്രൻ. മൊബൈൽ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട്.